BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് സമയമായി, അല്ലെങ്കിൽ മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഡിസംബറിലായിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ചെറുതായിട്ടൊന്ന് അടിച്ചുപോയി. പിന്നെ കുറച്ച് ലാപ്ടോപ്പിനും പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ കറണ്ട് കട്ടും വോൾട്ടേജും അതിൻ്റെ എല്ലാം പ്രശ്നം കൊണ്ടാണ് എൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ എല്ലാം പ്രശ്നമായി കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു SSD വാങ്ങി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങാണ് ഇന്ന്. ഓക്കെ, SSD വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഹാർഡ് ഡിസ്കിനെക്കാട്ടും സ്പീഡും കൂടുതലാണ്, പിന്നെ ഈ വോൾട്ടേജിൻ്റെ ഒന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് അടിച്ചു പോകേണ്ട ചാൻസ് ഭയങ്കര കുറവാണ്. ഇനി അടിച്ചു പോവോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം 5 കൊല്ലത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ 5 കൊല്ലത്തിൻ്റെ ലിമിറ്റഡ് വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ പേരെന്താണെന്ന് വെച്ചാൽ V-NAND SSD എന്നാണ്. സാംസങ്ങിൻ്റെ 970 EVO PLUS NVMe M.2. ഓക്കെ, നോർമൽ SSDൻ്റെ ആട്ടും ചെറുതുമാണ്, സ്പീഡും കൂടുതലാണ്. ഓക്കെ, 500 GB ആണ് ഞാൻ വാങ്ങിയത്. 1 TB ഉണ്ട്, 2 TB ഉണ്ട്. 1 TB എന്നാൽ 15-12 ഉള്ളിലായിട്ടാണ് വരുന്നത്. 2 TB അങ്ങ് 27-26 അങ്ങോട്ട് എന്തോ റേറ്റ് കൂടുതലാണ്. 500 GB ആണ് എൻ്റെ ബഡ്ജറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ 8000 ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ വാങ്ങിയത് 7412. എന്താ പറഞ്ഞാൽ 8000 ഉള്ളിൽ എപ്പോൾ ഇങ്ങനെ ഓഫറിൻ്റെ ഇതെല്ലാം വരുന്ന നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ പുറത്തെടുത്ത് നോക്കാം. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ലാപ്ടോപ്പിൽ M.2 എന്ന് പറയുന്ന സ്ലോട്ട് ഉണ്ടാവണം, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ആ സ്ലോട്ട് ഉണ്ടാവണം. ഇത് കമ്പ്യൂട്ടറിൻ്റെയും ഡെസ്ക്ടോപ്പിൻ്റെയും ലാപ്ടോപ്പിലും സപ്പോർട്ടായ ഒരു SSD ആണ്. ഓക്കെ, പക്ഷേ M.2 സ്ലോട്ട് ഉണ്ടാവണം, അതും 3.0 PCI 3.0 എന്ന് പറയുന്ന M.2 സ്ലോട്ട് ഉണ്ടാവണം. ഓക്കെ, ഇപ്പം PCI 4.0 വരാൻ തുടങ്ങി, പക്ഷേ അതിന് ഭയങ്കര പ്രൈസാണ്. 980 Pro എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ മോഡലാണ് അത് വരുന്നത്. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഇത് 500 GB ഇപ്പോൾ 7412 ഞാൻ വാങ്ങിയതിന്. അതിന് ഒരു 500 GB ഒരു 15000-18000 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി കയ്യിൽ നമുക്ക് എടുത്ത് നോക്കാം അങ്ങനെയുള്ളതെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചത് ഇത്രയും ചെറുതാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ നോക്കിക്കോ, ഒരു വിരലിൻ്റെ വണ്ണാണുള്ളത്. ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പോൾ 4 വിരലും കൂടിയിട്ട് വെച്ചിട്ട് സൈഡിലേക്ക് ആക്കി കാണിച്ചാൽ ഇതുണ്ട് ഇത്രയും ചെറുതാണ്. ഇനി നമുക്ക് ഈ ബോക്സിൽ വേറെ എന്തെല്ലാം നോക്കിയിട്ട് തിരിച്ചു തരാം. അപ്പോൾ നമ്മളെ ബോക്സ് കുറച്ചൊരു എന്താ പറയുക, നമ്മളൊന്ന് കുഴപ്പിക്കുന്ന പോലത്തെ. എന്താ വെച്ചാൽ ബോക്സിൻ്റെ അടിയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാണുമ്പോൾ, പക്ഷേ ബോക്സിൻ്റെ അടിയിൽ ഇങ്ങനെ തുറക്കാൻ ഒരു സ്റ്റോറേജ് ഒരു സംഭവമുണ്ട്. നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു വാറണ്ടി കാർഡും പിന്നെ എന്താ പറയുക ഇൻഫർമേഷൻ ആ സംഭവം എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സാന്ന് തോന്നുന്നു. വാറണ്ടി കാർഡും വാറണ്ടി ഗൈഡും പിന്നെ യൂസർ മാനുവലും കൂടിയിട്ടുള്ള മിക്സ് എന്തോ സംഭവമാണത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിക്കറും എല്ലാം പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതെന്ന് നോക്കാം. ഓക്കെ, സ്റ്റിക്കറെല്ലാം നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് കുറച്ചൊരു പണിയാണ് തുറക്കാൻ. സ്റ്റിക്കറൊന്നും അധികം ഇതാക്കാൻ നിൽക്കരുത്, കീറാൻ നിൽക്കരുത്. എന്താ വെച്ചാൽ വാറണ്ടി കാർഡിനുള്ളിൽ വേറെ എന്തെങ്കിലും രജിസ്ട്രേഷൻ പ്രൊഡക്റ്റോ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് നോക്കിയിട്ട്. ഓക്കെ, ഇതിൽ എന്തൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, സാംസങ് മെജീഷ്യൻ. ഓക്കെ, സാംസങ് മെജീഷ്യൻ എന്ന് പറഞ്ഞിട്ട് എന്തോ സോഫ്റ്റ്വെയർ ആണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ എഴുതി നോക്കട്ടെ. ഇതിൽ ഫോർ മോർ ഇൻസ്റ്റലേഷൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഇതിൽ നമുക്കൊന്നും ഇൻസ്ട്രക്ഷനോ ഇതൊന്നുമില്ല. നിങ്ങളുടെ ലാപ്ടോപ്പ് ഏതാണ് അതിൻ്റെ സൈറ്റിൽ പോയിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ മദർ ബോർഡ് ഏതാണ് ആ കമ്പനീൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ SSD എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ എല്ലാത്തിനും വേറെ വേറെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സ്ക്രൂവും സംഭവം എല്ലാം വേറെ വേറെ പോലെ ഉണ്ടാവുക. ടെക്നിക്കും സംഭവം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ, പക്ഷേ ഏത് സ്ഥലത്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഓരോ മദർ ബോർഡും ഓരോ ലാപ്ടോപ്പും വേറെ വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇനി സാംസങ് മെജീഷ്യൻ ടൂളിനെ പറ്റി പറയാനാണെങ്കിൽ അത് പെർഫോമൻസും പിന്നെ ഇതിൽ എന്തെങ്കിലും കുഴപ്പമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും എററോ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് എറർ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് സാംസങ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിടിലം പോലത്തെ സ്പീഡാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം വിൻഡോസ് 10 ആയിരുന്നു എൻ്റെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അത് തന്നെ ഒരു 30-40 സെക്കൻഡ് അടുത്ത് എടുക്കാറുണ്ടായിരുന്നു സ്റ്റാർട്ടപ്പ് ആവാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ വിൻഡോസ് 11 ആണ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ് 11 ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ SSDയിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, ഇതാണ് എൻ്റെ ബൂട്ട് ഡ്രൈവ്. അതടക്കം ഇപ്പോൾ 10-20 സെക്കൻഡിനുള്ളിൽ സ്റ്റാർട്ടപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ അടക്കം ഞാൻ ഈ SSDയിൽ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തതും റെൻഡർ ചെയ്തതും. അപ്പോൾ ഇത് റെൻഡർ ആയത് ഹാർഡ് ഡിസ്കിൻ്റെ ആയിട്ടും നല്ല സ്പീഡായിട്ടാണ് റെൻഡർ ആയത്. ഓക്കെ, ഞാൻ ആദ്യം ഹാർഡ് ഡിസ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ച് ലേറ്റ് ആവലുണ്ട്, ഇത് കുറച്ചും കൂടി സ്പീഡായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിലുള്ളതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് SSD ആണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അധികം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. പിന്നെ വാറണ്ടിന് അത്ര ഇഷ്യൂ വരുന്നില്ല. എന്താ വെച്ചാൽ സാംസങ് ഫുള്ള് എല്ലാ സ്ഥലത്തുള്ള ബ്രാൻഡാണ്. ഓക്കെ, കുറച്ചും കൂടി നല്ല ബ്രാൻഡാണ് കമ്പ്യൂട്ടറിൻ്റെ ഇതെല്ലാം നോക്കുന്ന സമയത്ത്. ഓക്കെ,
അപ്പോൾ ഇതേപോലത്തെ ഇനി കുറേ അൺബോക്സിങ് വീഡിയോസ് ഇനി വരാനുണ്ട്. ഡിസംബറിൽ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ അൺബോക്സിങ് വീഡിയോസും വരാനുണ്ട്. ഇനി ഇതേപോലത്തെ കുറേ ടെക് വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ബാബു മോൻസ് ടെക്സിലേക്ക്. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഫ്രം ബാബു മോൻസ് ടെക്സ്.